നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിമയ വിപണിയിൽ യെന്നിൻ്റെ ദുർബലാവസ്ഥ കണ്ട് വിദേശ നിക്ഷേപകർ റബ്ബറിലേക്ക് ശ്രദ്ധ തിരിച്ചത് ഒസാക എക്സ്ചേഞ്ചിൽ ഉൽപ്പന്ന വില ഉയർത്തി. ഡോളറിന് മുന്നിൽ യെന്നിൻ്റെ മൂല്യം 11 മാസത്തിനിടയിലെ ഏറ്റവും മോശം നിലവാരത്തിലേക്ക് നീങ്ങിയത് റബ്ബറിനെ കിലോ 337 yen വരെ ഉയർത്തി. അതേസമയം സാങ്കേതികമായി യെൻ ശക്തി പ്രാപിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ വരും ദിനങ്ങളിൽ റബ്ബറിനെ സമ്മർദ്ദത്തിലാക്കാം. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില വീണ്ടും ഇടിഞ്ഞെങ്കിലും കൊപ്ര വിലയിൽ മാറ്റമില്ല. അയൽ സംസ്ഥാനത്തെ വൻകിട വ്യവസായികൾ വെളിച്ചെണ്ണ വിറ്റുമാറാൻ നടത്തുന്ന നീക്കങ്ങൾ മൂലം കൊച്ചിയിൽ എണ്ണയ്ക്ക് 200 രൂപയും കൊപ്രയ്ക്ക് 100 രൂപയും ഇടിഞ്ഞു. ഉത്സവ ദിനങ്ങളാണെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയരാത്തത് വ്യാപാര മേഖലയിൽ ആശങ്ക പരത്തുന്നു. ഇറക്കുമതി പാചക എണ്ണ വിലകൾ താഴ്ന്ന റേഞ്ചിൽ നീങ്ങുന്നതിനാൽ ഒരു വിഭാഗം ഉപഭോക്താക്കളെ പാം ഓയിൽ, സൂര്യകാന്തി എണ്ണകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 1,06,132 കിലോ ചരക്കിൻ്റെ ഇടപാടുകൾ നടന്നു. ആഭ്യന്തര വിദേശ വാങ്ങലുകാർ കഴിഞ്ഞ ദിവസങ്ങളിലെന്ന പോലെ മത്സരിച്ച് ഏലക്ക ശേഖരിച്ചു. വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും ന്യൂ ഇയർ വേളയിലെ ആവശ്യങ്ങൾക്കുള്ള ചരക്ക് കയറ്റുമതിയും പുരോഗമിക്കുന്നു. ആഭ്യന്തര വ്യാപാരികളും രംഗത്ത് സജീവമാണ്. ശരാശരി ഇനങ്ങൾ അവർ 2,426 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 2,792 രൂപയിലും ലേലം ഉറപ്പിച്ചു. ചെറുകിട വ്യവസായികൾക്കൊപ്പം അച്ചാർ നിർമ്മാതാക്കളും മൂപ്പ് കുറഞ്ഞ പച്ചക്കുരുമുളക് ശേഖരിക്കാൻ ഉത്സാഹിക്കുന്നു. നവംബറിൽ കിലോ 175 രൂപയിലാണ് പുതിയ മുളകിൻ്റെ വിൽപ്പനയ്ക്ക് തുടക്കം കുറിച്ചതെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും വിളവ് ചുരുങ്ങി. ലഭ്യത വ്യവസായികളുടെ കണക്ക് കൂട്ടലിനൊത്ത് ഉയർന്നില്ല. പല വ്യവസായികളും ഉൽപാദന കേന്ദ്രങ്ങളിൽ നേരിട്ടിറങ്ങി മൂപ്പ് കുറഞ്ഞ പച്ചക്കുരുമുളക് സംഭരിക്കുന്നുണ്ട്. ഡിമാൻഡ് അനുദിനം ഉയർന്നതോടെ ചില ഭാഗങ്ങളിൽ കിലോയ്ക്ക് 225 രൂപയായി നിരക്ക് ഉയർന്നു. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.